ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സോനയും ഭാനുമ്മയും ഷ്യാമും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സോന പറയുന്നുണ്ട്, സോനയോട് ഷ്യാമു പറയുന്നുണ്ട്, ഇന്ദ്രേട്ടൻ വരാതിരിക്കില്ല, നമ്മുടെ കൂടെ ഓണം ഉണ്ടെന്നാണ് ഇന്ദ്രേട്ടൻ്റെ ആഗ്രഹം. ആ മനുഷ്യൻ്റെ സാഹചര്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ പോകുന്നത്, തൻ്റെ അമ്മയെ വെറുപ്പിക്കാൻ കഴിയില്ല എന്ന ആ ഒരു ഇതുകൊണ്ട് പോയതാണ് എന്ന് പറയണ കേട്ടോ. അപ്പോൾ ഈ സമയം സത്യം പറയണ എനിക്ക് തോന്നുന്നില്ല ഈ ഇവിടുത്തെ ഓണം ഉണ്ണില്ലെങ്കിലും അവിടുത്തെ ഓണം ഉണ്ണണം എന്നാണ് അമ്മയുടെ ആഗ്രഹം. അമ്മക്ക് മക്കളാലോ ഇപ്പോൾ വെറുപ്പ്, അതുകൊണ്ട് അമ്മക്ക് അതാണ് ആഗ്രഹം എന്ന് പറയുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് ഇന്ദ്രൻ്റെ വരവിട്ട. ഇന്ദ്രൻ്റെ കണ്ട ഉടനെ ഷ്യാമു പറയണ, ആ വരുന്നു നമ്മുടെ ഇന്ദ്രേട്ടൻ എന്ന് പറയട്ടോ. ഇതേ സമയം ഭാനുമ്മ ഓടിച്ചെന്ന് പറയണ, മോനെ നീ നിൻ്റെ അമ്മയെപ്പോലെ ആവുമെന്നൊരു സങ്കടം ഞങ്ങളിൽ ഉണ്ടായിരുന്നു. നിനക്ക് വേണ്ടി നിൻ്റെ സോന, നിൻ്റെ പെങ്ങള് ഓണസദ്യ വരെ ഒരുക്കിയിട്ട് നീ പോയാൽ അവൾക്കത് വിഷമമായിരുന്നു എന്ന് പറയുമ്പോൾ, ഏട്ടൻ വന്നില്ലേ, അത് മതിയെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ, എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വിഷമം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അർഷയെ ഒഴിവാക്കി അർഷയുടെ വീട്ടിൽ നിന്നും ഞാൻ ഇവിടെ ഓണം ഉണ്ണാൻ വന്നത്. അമ്മയും ഞാനും അവിടെയല്ലല്ലോ ഉണ്ണേണ്ടത്, നമ്മുടെ വീട്ടിൽ ഓണസദ്യ ഉണ്ണണ്ടേ. എന്തായാലും സോന നേരം വൈകിക്കേണ്ട, ഊണ് വിളമ്പ് എന്ന് പറയണേട്ടോ. അങ്ങനെ സോനയിലിടുന്നു, സത്യൻ പപ്പടം കൊണ്ടിരുന്നു, ഷ്യാമ പഴമെടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരായി തകൃതിയായി തന്നെ ഏട്ടൻ്റെ കൂടെ എല്ലാവരും ഓണസദ്യ ഉണ്ണാൻ ഒരുങ്ങണേട്ടാ. അങ്ങനെ ഈ സമയം എന്തായാലും ഏട്ടത്തിയുടെ അടുത്തോട്ട് പോകുന്നില്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രൻ പറയണേ, എന്തായാലും വിളിച്ചു നോക്കണം, അവൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ, കന്യാശ്ശേരിയിൽ നിന്ന് അവൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വിച്ചുമോനെ കാണാൻ പോകണമെന്ന് പറയുമ്പോൾ ആ സമയം സത്യം പറയാൻ ഞാനും കൂടി വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാനില്ല, ഇനി ഞാൻ എവിടെ പോയാലും ഒരു പ്രശ്നത്തിന് വഴിയൊരുക്കുന്നില്ല, അതുകൊണ്ട് എന്ന് പറയാനേട്ടാ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഗോകുലിൻ്റെ വീട്ടിൽ ഓണമില്ല, എല്ലാവരും വിഷമത്തിലാണ്, എല്ലാവർക്കും സങ്കടം. വിവാഹം നടക്കുന്ന തലക്കും നിലനാൾ, വിവാഹം വേണ്ടെന്ന് പറഞ്ഞ രാഹുൽ, അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും, ഇനി 40 ദിവസത്തിനുള്ളിൽ എങ്ങനെ ഒരു പയ്യനെ കണ്ടെത്തും, അത് ഒരു പ്രതിസന്ധി തന്നെ, അത് വലിയൊരു ടാസ്ക് തന്നെ, എന്ത് ചെയ്യുമെന്നറിയാതെ എല്ലാവരും വിഷമത്തിലാവാനേട്ടാ. ചെറുക്കൻ്റെ കല്യാണം ഉറപ്പിച്ച അതും വേണ്ടെന്ന് വെച്ചു, എന്നാൽ ഇന്ദുവിൻ്റെ കല്യാണം അതും പോയി. അപ്പോൾ ഗോകുലിൻ്റെയും ഇത് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇന്ദുവിൻ്റെയും കല്യാണം വേണ്ടെന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഗോകുലിൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നാണ്, അച്ഛാ ഞാനിത് പറയുന്നത് അവിവേകമാണോ എന്ന് എനിക്കറിയില്ല, ഈ വിവാഹം മുടങ്ങാൻ ആരാണ് കാരണക്കാരി, സുശീല. അപ്പോൾ ആ സുശീല ആൻറ്റി എന്ത് പറഞ്ഞിട്ടാണ് രാഹുലിനോട് ഈ വിവാഹം മുടക്കിയത്, ആ ഇത് പറഞ്ഞ് തന്നെ നമുക്ക് സത്യനെ പറഞ്ഞിട്ടല്ലേ ഈ വിവാഹം മുടക്കിയത്. സുശീല ആൻറ്റിയുടെ മുഖത്തടിക്കാൻ ഏറ്റവും നല്ലൊരു തിരിച്ചടി ഈ വിവാഹം നമുക്ക് നടത്തുന്നതായിരിക്കില്ലേ. സത്യൻ നല്ല പയ്യനാണ്, അവനെ നമ്മുടെ ഇന്ദുവിനെ കെട്ടിച്ചു കൊടുത്ത് ഒരിക്കലും നമുക്ക് കരയേണ്ടി വരില്ല, അവളെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ല. സത്യൻ അവൻ്റെ പെണ്ണിനെ നന്നായി നോക്കും, അത് വലിയ തെളിവ് തന്നെ, അവനക്ക് എല്ലാവരോടും സ്നേഹമാണ് എന്ന് പറയുമ്പോൾ അവിടെ സച്ചി പറയുന്നത് ശരിയാണ്, സത്യനെ പോലെയുള്ള ഒരു മകനെ വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് കേൾക്കുന്ന സാവിത്രി പറയണം, അത് പറ്റുമോ, കാരണം സുശീല പോട്ടെ, നമ്മുടെ കുഞ്ഞിനെ നമുക്ക് ഇവിടെ കൊടുത്ത് നിർത്തിയാലും സത്യനെ നമുക്ക് നമ്മുടെ കുഞ്ഞിന് കൊടുത്താൽ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന സാവിത്രി പറയണേ, എനിക്കും ഇഷ്ടമാണ് സുശീലയുടെ 2 മക്കളും നല്ല സ്വഭാവമാണ്, പക്ഷേ ഇന്ദ്രൻ തൻ്റെ അമ്മയുടെ വാക്കുകൾക്കൊപ്പം നീങ്ങില്ല, അല്ലെങ്കിൽ ഇന്ദ്രനും കുഴപ്പമില്ലായിരുന്നു എന്ന് അവിടെ സാവിത്രിയും സച്ചിയും പറയുമ്പോൾ ഗോകുലും ശരിയാണ്, നമുക്ക് സത്യനോടൊന്ന് ആലോചിച്ച് നോക്കാം, 40 ദിവസത്തിനുള്ളിൽ ഈ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ സത്യം തന്നെ ഇനി നമുക്ക് കനിയണം. സത്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് പറയുന്നു അത് നമുക്ക് ചിന്തിക്കാം, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നീട്ടാമെന്ന് പറയണേട്ടാ. അതേസമയം എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം 40 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും നടന്നാൽ മതി, ഇല്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊരു പേടി എന്നിലുണ്ട് എന്നിങ്ങനെ സാവിത്രി പറയുന്നു കേട്ടോ. ഈ സമയം ഇന്ദുവിനും അത് തെറ്റില്ല എന്ന് തോന്നാണ്. എന്നാൽ ഈ സമയം കന്യാശ്ശേരിയിലോട്ട് പോകാനൊരുങ്ങുന്ന ഇവരുടെ മുന്നിലോട്ട് ഇറങ്ങുന്നത് ഇങ്ങനെ രഘുവും അതുപോലെ അനന്തമാഷും ചീരോ അമ്പിളിയൊക്കെ കാണുമ്പോൾ വിനയനാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. താൻ ലക്ഷ്മിയുടെ അമ്മയുടെ രശ്മിയുടെ വീട് തിരക്കി പോയിട്ട് തൻ്റെ മുന്നിലോട്ട് തിരിച്ചു വരുന്ന ഇവരെ കാണുമ്പോൾ വിനയന് വാക്കുകളില്ലട്ടാ. അങ്ങനെ വിനയൻ ചിരു എന്ന് പറഞ്ഞ് ചിരുവിൻ്റെ പിറകെ ഓടി വരികയാണ്. പക്ഷേ ചിരുവും മാഷും മക്കളും ഒന്നും ഒരു വില കൊടുക്കില്ല, അവരെല്ലാവരും അകത്തോട്ട് കയറി വാതിലടക്കണം കേട്ടോ. ഇതേ സമയം വീണ്ടും വിനയൻ നിലവിളിച്ചും കൊണ്ടിരിക്കുമ്പോൾ രഘു അങ്ങ് ഇറങ്ങി വരികയാണ്. എന്താണ് തനിക്ക് വേണ്ടത്, തന്നോട് പറഞ്ഞില്ല തൻ്റെ ചിരു അങ്ങനെ ഒരു ഇത് തനിക്കിവിടെ ഇല്ല, താനും ചീരുമായുള്ള ബന്ധത്തിന് ഞങ്ങൾ ഡിവേഴ്സ് അയച്ചതല്ലേ, പിന്നെ
എന്നെ എന്തിനാണ് ഇവിടെ ചീരു തേടി വരുന്നത് എന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ മക്കളെ കാണണം ചീരു, ഞാൻ എൻ്റെ മക്കളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എനിക്കെൻ്റെ മക്കളെ കാണണം, എനിക്കെൻ്റെ മക്കളെ കണ്ടേ പറ്റുള്ളൂ, അവർക്ക് ഞാനൊരു ഓണക്കൊടി കൊടുക്കണം, അവരുടെ അച്ഛനല്ലേ ഞാൻ, ഇന്നേ വരെ അവരെ ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓണക്കോടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ചീരു 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 എന്ന് പറഞ്ഞിട്ട് വിനയൻ വിളിക്കുമ്പോൾ രഘു ചീരുവിനെ പിടിച്ചിട്ട് അകത്തോട്ടാക്കണം കേട്ടോ. ഇതേ സമയം ചീരു അങ്ങോട്ട് പോട്ടെ, ചീരു പൊട്ടിത്തെറിക്കാൻ ഒരുങ്ങാണ്. അപ്പോൾ അത് വേണ്ട, ഞാൻ ഇതിൽ ഇടപെട്ടോളാം എന്ന് പറഞ്ഞു അകത്തോട്ട് കൊണ്ടുപോകണം. മാഷും മക്കളൊക്കെ അകത്തിരുന്നോളൂ, അമ്മാവനും മക്കളും അകത്തിരുന്നോളൂ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടണം കേട്ടോ. എന്നാൽ ഈ സമയം ഇങ്ങനെ വിനയനോട്, നീ പോകുന്നുണ്ട് വിനയ, നിന്നോട് പല തവണകളായി പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരരുതെന്ന്, നീ പോകുന്നുണ്ട് വിനയ, ഇല്ല എൻ്റെ മക്കളെ എനിക്ക് കാണണം, എൻ്റെ മക്കൾക്ക് എനിക്ക് ഓണക്കൂടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രഘുവിനെ തട്ടി മാറ്റി വികില. അങ്ങനെ ആണെങ്കിലും വിനയൻ ആ ഒരു ലെവലിൽ അങ്ങ് ഓടിപ്പോവാണ് കേട്ടോ. അപ്പോഴേക്കും രഘു വിനയനായിട്ട് അടിക്കുന്നത് കാണാണ്. അപ്പോൾ ചീരു എത്ര തൻ്റെ ദേഹത്ത് നിന്നും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് ഈ മനുഷ്യൻ പോകുന്നില്ലല്ലോ എന്ന ആ സങ്കടത്തോടു കൂടി പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് അനുപമയും ചീരും വരണേ, എന്തിനാണ് മോളെ നീ കരയുന്നത് എന്തിന് എന്നിങ്ങനെ അമ്പിളി ചോദിക്കുമ്പോൾ, ഞാൻ കാരണം നിങ്ങളെല്ലാവരും ബുദ്ധിമുട്ടല്ലേ, ആ മനുഷ്യൻ വീണ്ടും വീണ്ടും എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തല്ലേ, അത് ആലോചിച്ച് കരയാൻ, അതിന് കരയുകയല്ല വേണ്ടത്, അവൻ ഇനി വീട്ടിലില്ല, നിനക്ക് ആരെന്ത് വിചാരിച്ചാലും രഘുവട്ടനും ഞങ്ങളൊന്നും നിന്നെ അവന് വിട്ടുകൊടുക്കില്ല, അത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് വിനയനെ ആട്ടി പുറത്താക്കാണ് കേട്ടോ. അങ്ങനെ വിനയനെ ചീരുവിൻ്റെ മക്കളെയും ചീരുവിനെയും കാണാൻ പറ്റാതാവുമ്പോൾ വിനയൻ വാൽ തോന്നിയത് വിളിച്ചു പറയാം, ആഹാ എന്നോടാണോ കളി, എൻ്റെ മക്കളെ എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ആരൊക്കെ എന്നെ ആട്ടിപ്പായിച്ചാലും ഞാൻ എൻ്റെ മക്കളെ കണ്ടിരിക്കും, അതിനുള്ള പ്രതിവിധിയൊക്കെ ഞാൻ ചെയ്യാൻ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കോടതി നിയമമൊക്കെ ഇല്ലേ അതിന് ഞാൻ പോകുമെന്ന് പറയട്ടെ. ഇനി കോടതി നിയമങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും വിനയൻ തൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ആ സത്യം രഘു പുറത്ത് വെളിവാക്കുന്നത് കേട്ടോ. എന്നാൽ ഈ സമയം ഇങ്ങനെ താൻ എന്ത് ചെയ്യും എന്നറിയാതെ ഹർഷ നിൽക്കുകയാണ്. താൻ വിചാരിച്ചതുപോലെയൊന്നും ഇന്ദ്രൻ്റെ ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ, ഇന്ദ്രൻ തന്നിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം വേണം രവിയെ തട്ടാൻ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഹർഷയ്ക്ക് ഇന്ദ്രൻ തന്നിൽ നിന്ന് പോകുമ്പോൾ അത് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ സുശീലയോട് പറയാണ്, ആൻറ്റി എന്ത് പണിയാണ് കാണിച്ചത്, ഇന്ദ്രനെ എന്തിനാ അങ്ങോട്ടേക്ക് വിട്ടത്, ആൻറ്റിയും കൂടി പറയായിരുന്നെങ്കിൽ രവിയേട്ടൻ അതിനൊപ്പം നിന്നിരുന്നു, ആൻറ്റി എന്തിനാ രവിയേട്ടൻ്റെ മുന്നിൽ വെച്ച് നീ പറയുന്നത് ശരിയാണ്, അവിടെയാണ് ഓണം ഉണ്ണേണ്ടത് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ ഇന്ദ്രൻ പോയതെന്ന് പറയുമ്പോൾ, അത് പിന്നെ അവിടെ സോന ഞങ്ങൾക്ക് വേണ്ടി സദ്യയൊക്കെ ഒരുക്കിയതാണ്, ഞാൻ അവർക്ക് അവരുടെ മനസ്സിനെ ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടി മാത്രം, അവരുടെ മുന്നിൽ അങ്ങനെ പെട്ടെന്ന് ഒതുങ്ങി കൊടുക്കാൻ പാടില്ലല്ലേ, കാര്യം എന്ത് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലല്ലേ അവർ ഓണം ഉണ്ണേണ്ടത്, പിന്നെ നിന്നെ വിഷമിപ്പിക്കേണ്ട, നീ പല സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ ഓണം ഉണ്ണാൻ വന്നത്, പക്ഷേ ഇന്ദ്രൻ അവിടെ നിന്നാണ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണ്ടേ, അപ്പോൾ അത് വിട്ടുകൂടെ എന്ന് പറയുമ്പോൾ, താൻ എങ്ങനെ ഇപ്പോൾ ഈ സുശീലയുടെ മുന്നിൽ പറയും, തൻ്റെ മകനെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാക്കി സ്വന്തമാക്കി എടുക്കാനാണ് തൻ്റെ പരിപാടി എന്ന് സുശീലയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്താനാവാതെ ഹർഷയും കിടന്ന ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ സമയം വിനയൻ തൻ്റെ കുഞ്ഞിനെ കാണാൻ ഇനിയിപ്പോൾ കോടതിയും കേസുമായി പോകണമെന്നുള്ള ആ ഒരു ഇതിൽ പോകുമ്പോൾ ചീരുപ്പുറത്ത് പറയുന്നുണ്ട്, അയാൾ ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് അയാൾ കളിക്കാൻ പോകുന്നത്, അയാൾ ഏത് കൈവിട്ട കളിയും കളിക്കും, അയാൾക്ക് നോക്കാനില്ല, മുന്നും പിന്നും നോക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ്, അതാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് അയാൾ എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്ക് പറയാണ്, അവൻ നിൻ്റെ കുഞ്ഞിനെ ചോദിച്ചു വന്നാലും അവൻ ഒരിക്കലും നിൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല, അത് കോടതിയിൽ അതിന് മാത്രം തെളിവ് എൻ്റെ അടുത്തുണ്ട് എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഞെട്ടിപ്പോവാണ്, എന്തായിരിക്കും ആ തെളിവ് എന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടോ.